നടൻ സിദ്ദീഖിനെതിരായ പീഡന പരാതിയിൽ കേസെടുത്തു പോലീസ്. ബലാത്സംഗം, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ചേർത്തിരിക്കുന്നത്. പരാതിക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ജയസൂര്യക്കെതിരെയും മറ്റൊരു നടനെതിരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ്. അസിത, നടൻ സിദ്ദിഖിനെതിരെ നേരത്തെ പീഡന പരാതി ഉന്നയിച്ച യുവ നടി DGPക്ക് പരാതി നൽകിയിരുന്നു. ഇമെയിൽ വഴിയാണ് നടി പരാതി അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ ഹോട്ടലിൽ വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവ നടിയുടെ ആരോപണം. അതോടൊപ്പം തന്നെയാണ് നടൻ ജയസൂര്യക്കെതിരെയും ഒരു നടി രംഗത്ത് എത്തിയിരുന്നു. തന്നെ ഷൂട്ടിങ്ങിനിടയിൽ കടന്നു പിടിച്ചു എന്നതാണ് ആ നടി വ്യക്തമാക്കിയത്. ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകൻ്റെ പേരും ലൊക്കേഷനും അതിപ്പോൾ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ, അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്. പറയേണ്ടി വന്നാൽ പറയും. ഏതായാലും സിനിമാ മേഖലയിൽ നടന്മാർക്കെതിരെ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ആരോപണങ്ങളും പരാതികളും ഉന്നയിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പരാതി കേസായി മാറുകയും അതോടൊപ്പം തന്നെ അന്വേഷണം നടക്കുകയുമാണ്. മാത്രമല്ല, ഈ നടികളുടെ മൊഴിയും രേഖപ്പെടുത്തി വരികയാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന പരാതിയിന്മേൽ വ്യാപക അന്വേഷണം നടത്തി കേസ് എടുക്കാൻ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇന്ന് ജയസൂര്യക്കെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച നടിയും പ്രത്യേക കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി അറിയിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. തുടർന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് തന്നെ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.